പല പാരൻസും പല കുട്ടികൾക്കും അവർക്ക് അവരുടേതായ ഫീലിങ്സുകളുണ്ട്. പല കുട്ടികളും നമ്മളെപ്പോഴും പാരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ, എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം, എൻ്റെ കുട്ടി അങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യണം, എൻ്റെ ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാവണം, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാവണം, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ കുട്ടികൾ എൻ്റെ വാപ്പ ഇങ്ങനെയൊക്കെ ആവണം, എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ആവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടി നമുക്ക് വേണമെന്നാണ് എനിക്ക് ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഞാൻ പറഞ്ഞു അവൻ എന്താ ചെയ്തത്, അപ്പോൾ കേട്ടപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഞാനത് ഇന്നൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു, അവനത് ചെയ്തില്ല. അപ്പോൾ അവൻ ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കരമായിട്ടാണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പിന്നെ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ കളവ് പറഞ്ഞില്ല, ഉള്ളതല്ല പറഞ്ഞത്. പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞു ഓർക്കണേ, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറഞ്ഞു കളവ് പറയുന്നത് അതവൻ ശീലിച്ചില്ലേ. അവൻ കളവ് പറഞ്ഞില്ല, അവൻ സത്യം പറഞ്ഞു, മനസ്സിലായില്ലേ. എന്നിട്ടും ആ ഒരു പോയിന്റാണ്. എന്നിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനാണ് പുള്ളി. പിന്നെ വർത്താനെ അപ്പം ഞാൻ പറഞ്ഞു സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഈ പ്രശ്നം ഇപ്പോൾ മൊത്തം ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? ആ വിഷയത്തെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് അവനെ അൾട്ടിമേറ്റ് നമ്മുടെ പാരൻസിൻ്റെ ഉത്തരവാദിത്തം എന്താണ്, കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇടപെടലിലൂടെ മാറ്റം ഉണ്ടാക്കുക. അത് ഏത് ഇടപെടലാണെന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും ഓരോ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാവാം. ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറയൂല, എൻ്റെ സൈക്കോളജിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇടപെടലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇടപെടലുകൾ കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ ഇത്രയും നേരത്തെ സംസാരത്തിൽ പല സ്ഥലത്തും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിലും കുട്ടികളുടെ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കേട്ട് അതിനനുസരിച്ചിട്ടാണ് അവരുടെ മനസ്സിനെയും പഠിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വിഷയമാണ്. ഇത് പറഞ്ഞപ്പോൾ വേറൊരു സംഭവം എൻ്റെ മനസ്സിലാണ്. ഞാൻ എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞൊരു പോയിൻ്റാണ്, സാർ ക്യാൻ യു കോൾ അവർ പാരൻസ് ആൻഡ് ടെൽ യുവർ ഫാദർ സ്റ്റോറി എന്ന് പറഞ്ഞത്. പല പാരൻസും പല കുട്ടികൾക്കും അവർക്ക് അവരുടേതായ ഫീലിങ്സുകളുണ്ട്. പല കുട്ടികൾ നമ്മളെപ്പോഴും പാരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ, എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം, എൻ്റെ കുട്ടി അങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യണം, എൻ്റെ ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാവണം, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാവണം, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ആ കുട്ടികൾ എൻ്റെ വാപ്പ ഇങ്ങനെയൊക്കെ ആവണം, എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ആവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടി നമുക്ക് വേണമെന്നാണ് എനിക്ക് ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത്.